C4 ക്രാഫ്റ്റ് ആൻഡ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയ ഒരു വെജിറ്റബിൾ സ്റ്റൂയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൊണ്ട് ഈ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് പൊടിയായി അരിഞ്ഞത് ഒരെണ്ണം, കുറച്ച് ബീൻസ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഗ്രീൻ പീസ്. ആദ്യം തന്നെ നമുക്ക് ഈ പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഞാൻ ഈ പച്ചക്കറികൾ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നീളത്തിൽ അരിഞ്ഞെടുത്ത ഒരു സവാള, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തത്. ഇഞ്ചി നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുമ്പോൾ അരിഞ്ഞ് തന്നെ ചേർക്കണം. ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇത് നമുക്ക് വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേറെ പൊടികളൊന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ പച്ചക്കറികൾ വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചക്കറികൾ വെന്ത് വരുന്ന നേരം കൊണ്ട് കറിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ തേങ്ങ ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പച്ചക്കറികൾ വേവിച്ചെടുക്കേണ്ടത്. ഇത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി പോകാൻ പാടില്ല. കുരുമുളക് പൊടി കൂടി പോയി കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറി താളിച്ചെടുക്കുന്നൊന്നുമില്ല. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് നല്ലൊരു ഹെൽത്ത് റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.